ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപ്രകൃതി പലപ്പോഴും തീവ്രമായ പരിശോധനയ്ക്കും ചർച്ചകൾക്കും വിഷയമാണ്. പ്രത്യേകിച്ച് അതിന്റെ നേതാക്കളുടെ പെരുമാറ്റത്തെക്കുറിച്ച്. അടുത്തിടെ പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവം പാർലമെന്റിലെ തർക്കമാണ്. അവിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി BJP എംപിമാരുമായി ശാരീരികമായി ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടുവെന്ന് ആരോപിക്കപ്പെടുന്നു. ഈ സംഭവം രാഷ്ട്രീയത്തിന്റെ അവസ്ഥയെക്കുറിച്ചും പാർലമെന്റിനുള്ളിലെ മാന്യതയെക്കുറിച്ചും പ്രധാന രാഷ്ട്രീയ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിരവധി ചോദ്യങ്ങൾക്ക് കാരണമായി. എന്താണ് സംഭവിച്ചതെന്നും അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിലെ ഭരണത്തെക്കുറിച്ച് അത് എന്താണ് വെളിപ്പെടുത്തുന്നതെന്നും ഈ വീഡിയോയിൽ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കും. പാർലമെന്റിൽ നടന്ന സംഭവങ്ങൾ സഭയിലുള്ളവരെ ഞെട്ടിക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. പ്രതിപക്ഷത്തിലെ പ്രമുഖ നേതാവായ രാഹുൽ ഗാന്ധി ഒഡീഷയിൽ നിന്നുള്ള BJP MP പ്രതാപ് സാരംഗിയുമായി ശാരീരിക ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. സാരംഗിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായും മറ്റൊരു BJP MP മുകേഷ് രാജ്പുത്തിനും പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. 2 MPമാരെയും ഉടൻ തന്നെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. പ്രധാനപ്പെട്ട ദേശീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രതിനിധികളും ഒത്തുചേരുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസത്തിലാണ് സംഭവം. ഭരണപ്രതിപക്ഷ പാർട്ടികൾക്ക് അവരുടെ ആശങ്കകൾ പ്രകടിപ്പിക്കാനും രാജ്യത്തെ ബാധിക്കുന്ന നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള അവസരമാണ് ഈ സെഷനുകൾ. പാർലമെന്റിലെ പ്രതിഷേധത്തിനിടയിലാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസും BJPയും ഡോക്ടർ BR അംബേദ്കറിനെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം എന്തു ചെയ്തു എന്നതിനെക്കുറിച്ചും ചൂടേറിയ ചർച്ച നടത്തിയിരുന്നു. തന്നെ താഴേക്ക് തള്ളിയതിനും തലയ്ക്ക് പരിക്കേറ്റതിനും കാരണം രാഹുൽ ഗാന്ധിയാണെന്ന് സാരംഗി അവകാശപ്പെട്ടു. ഇതിന് മറുപടിയായി രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ചു. സാരംഗിയാണ് ആദ്യം തന്നെ തള്ളിയതെന്ന് വാദിച്ചു. അസ്ഥിരമായ അന്തരീക്ഷത്തിൽ സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് രാഹുൽ അവകാശപ്പെട്ടു. രാഹുൽ ഗാന്ധിക്കെതിരായ ആരോപണങ്ങൾ വേഗത്തിൽ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടി. രാഷ്ട്രീയ സ്പെക്ട്രത്തിന്റെ ഇരുപക്ഷവും ഈ വിഷയത്തിൽ അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. കോൺഗ്രസ് നേതാവിന്റെ പ്രവർത്തനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സംവാദങ്ങളും ചർച്ചകളും ഉൾപ്പെടെ നിരവധി മണിക്കൂറുകളോളം ടെലിവിഷൻ വാർത്താ ചാനലുകൾ സംഭവത്തെക്കുറിച്ച് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തു. ICUവിൽ ചികിത്സയിൽ കഴിയുന്ന സാരംഗിയുടെയും രജ്പുത്തിന്റെയും വിഷ്വൽ ഇമേജറി സംഭവത്തെക്കുറിച്ചുള്ള പൊതുജനധാരണ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. രക്തരൂഷിതമായ MPമാരുടെ ചിത്രങ്ങൾ, പൊതുജനങ്ങളുടെ പ്രതികരണം, പാർലമെന്റിലെ പ്രതിഷേധത്തിന്റെ സ്വഭാവം എന്നിവ ഈ കഥയെ ഏറ്റവും സെൻസേഷണൽ വാർത്തകളിലൊന്നായി മാറ്റി. ഈ സംഭവത്തിന്റെ പ്രാധാന്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയും പ്രതിപക്ഷവും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളുടെ പശ്ചാത്തലം നോക്കേണ്ടത് പ്രധാനമാണ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അർത്ഥവത്തായ സംഭാഷണത്തിനും ക്രിയാത്മകമായ വിമർശനത്തിനും വേണ്ടിയുള്ള സമയമായിരുന്നു. എന്നിരുന്നാലും മുമ്പത്തെ പല സെഷനുകളെയും പോലെ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും തടസ്സങ്ങളും അന്തരീക്ഷത്തിൽ നിറഞ്ഞിരുന്നു. അംബേദ്കറുടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്നാണ് തർക്കത്തിന്റെ മൂലകാരണം കണ്ടെത്താൻ കഴിയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായും സാമൂഹിക നീതിയുടെ വക്താവായും പരക്കെ കണക്കാക്കപ്പെടുന്ന അംബേദ്കർ രാജ്യത്തിന്റെ രാഷ്ട്രീയ വ്യവഹാരത്തിലെ ഒരു പ്രധാന വ്യക്തിയായി തുടരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ, പ്രത്യേകിച്ച് ദളിതരുടെ ഉന്നമനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ പ്രശംസയുടെയും വിവാദങ്ങളുടെയും ഉറവിടമാണ്. അടുത്തിടെ അംബേദ്കറുടെ പാരമ്പര്യത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവാദ പരാമർശം നടത്തിയപ്പോൾ പാർലമെന്റിൽ ഒരു ചർച്ച പൊട്ടിപ്പുറപ്പെട്ടു. ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അംബേദ്കറുടെ പങ്ക് കുറച്ചു കാണിക്കുന്ന ഷായുടെ പരാമർശങ്ങൾ കോൺഗ്രസ്, ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നിവയുൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് പ്രതിഷേധത്തിന് കാരണമായി. അംബേദ്കറുടെ പാരമ്പര്യം ഇന്ത്യയിലെ രാഷ്ട്രീയ രേഖകളെ വിഭജിക്കുന്ന ഒരു വിഷയമാണ്. കോൺഗ്രസിനെയും സഖ്യകക്ഷികളെയും സംബന്ധിച്ചിടത്തോളം അംബേദ്കർ സാമൂഹിക നീതി, സമത്വം, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്നിവയുടെ സ്തംഭത്തെ പ്രതിനിധീകരിക്കുന്നു. മറുവശത്ത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളെ മാറ്റി നിർത്തി അംബേദ്കറുടെ പ്രതിച്ഛായ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി വിനിയോഗിക്കാൻ BJP ശ്രമിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്നു. അടുത്തിടെയുള്ള പ്രതിഷേധങ്ങൾ ആഴത്തിൽ വേരൂന്നിയ ഈ പ്രത്യയശാസ്ത്ര വ്യത്യാസങ്ങളുടെ പ്രകടനമായിരുന്നു. തർക്കത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ അംബേദ്കറിനോടുള്ള BJPയുടെ അനാദരവിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ കോൺഗ്രസും സഖ്യകക്ഷികളും വ്യക്തമായ ശ്രമം നടത്തിയിരുന്നു. BJP മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിലുടനീളമുള്ള രാഷ്ട്രീയ നേതാക്കൾ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധ പ്രകടനം നടത്തി. ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിവസം ഇരു പാർട്ടികളും അംബേദ്കറുടെ ലക്ഷ്യത്തോടുള്ള തങ്ങളുടെ കൂറ് പ്രതീകപ്പെടുത്തുന്നതിനായി നീലവസ്ത്രം ധരിച്ച് നാടകീയമായ പ്രകടനങ്ങളുടെ ഒരു പരമ്പര നടത്തിയപ്പോൾ പ്രതിഷേധം ഒരു ജ്വലിക്കുന്ന ഘട്ടത്തിലെത്തി. വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കത്തിന്റെ ഈ അന്തരീക്ഷം തുടർന്നുള്ള ശാരീരിക ഏറ്റുമുട്ടലിന് വേദിയൊരുക്കി. തർക്കത്തിൽ രാഹുൽ ഗാന്ധിയുടെ പങ്കാളിത്തം ഭരണകക്ഷിയായ BJP സർക്കാരിന്റെ കടുത്ത വിമർശകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ദീർഘകാല പങ്കിന്റെ വിപുലീകരണമായി പലരും കണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും നയങ്ങളെയും പ്രവർത്തനങ്ങളെയും വെല്ലുവിളിക്കാനുള്ള പ്രതിപക്ഷ ശ്രമങ്ങളിൽ വർഷങ്ങളായി രാഹുൽ മുൻപന്തിയിലാണ്. അദ്ദേഹത്തിന്റെ പല വിമർശനങ്ങളും നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ വേരൂന്നിയതാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതിഷേധ രീതി പലപ്പോഴും BJP നേതാക്കളുമായുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചു. പ്രതിഷേധത്തിനിടെ വളരെ നാടകീയമായ തന്ത്രങ്ങൾ പ്രയോഗിക്കാനുള്ള പ്രവണതയാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന്. രാഷ്ട്രപതി ഭവനിലേക്കുള്ള മാർച്ചോ പാർലമെന്റിലെ ഉന്നതതല പ്രസംഗമോ ആകട്ടെ, രാഹുൽ പലപ്പോഴും പ്രധാന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് മുകളിൽ ശ്രദ്ധ തന്നിലേക്ക് വരാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുന്നതായി ആരോപിക്കപ്പെട്ടിട്ടുണ്ട്.
പാർലമെന്റിൽ നടന്ന സംഭവത്തെ ഒരു പരിധിവരെ നാടകീയമായ രംഗങ്ങൾ നിലവിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെ മറയ്ക്കുന്ന തരത്തിലുള്ള പ്രതിഷേധ രാഷ്ട്രീയത്തിന്റെ വലിയ മാതൃകയുടെ ഭാഗമായി കാണാൻ കഴിയും. എന്നിരുന്നാലും ശാരീരിക ഏറ്റുമുട്ടൽ രാഷ്ട്രീയ വിയോജിപ്പിനോടുള്ള രാഹുൽ ഗാന്ധിയുടെ സമീപനത്തിൽ ഒരു വഴിത്തിരിവായി. അദ്ദേഹം എല്ലായ്പ്പോഴും BJPയുടെ കടുത്ത വിമർശകനായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ഏറ്റുമുട്ടൽ ശൈലി കൂടുതൽ ആക്രമണാത്മകമായിക്കൊണ്ടിരിക്കുകയാണോ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈ സംഭവം ഉയർത്തി. പാർലമെന്റിലെ രാഹുലിന്റെ പ്രവർത്തനങ്ങൾ BJPയുടെ തുടർച്ചയായ ആധിപത്യത്തോടുള്ള പ്രതികരണമാണെന്ന് ചില വ്യാഖ്യാതാക്കൾ വാദിച്ചപ്പോൾ മറ്റുള്ളവർ തങ്ങളുടെ ശബ്ദങ്ങൾ ഭരണകക്ഷിയാൽ മുക്കിക്കളയുന്നുവെന്ന് തോന്നിയ പ്രതിപക്ഷ നേതാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന നിരാശയോടുള്ള പ്രതികരണമായാണ് ഇതിനെ കണ്ടത്. സംഭവത്തോടുള്ള BJPയുടെ പ്രതികരണം വേഗമേറിയതും ശക്തവുമായിരുന്നു. പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ നടപടികളെ അപലപിക്കുകയും ശാരീരിക ആക്രമണം നടത്തുകയും പാർലമെന്റിന്റെ പവിത്രതയെ ദുർബലപ്പെടുത്തുകയും ചെയ്തുവെന്ന് ആരോപിച്ചു. ഇരു പാർട്ടികളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുത്ത് പാർലമെന്റിലെ MP-മാരുടെ സുരക്ഷയെയും BJP ചോദ്യം ചെയ്തു. നിരവധി BJP MP-മാർ കോൺഗ്രസ് നേതാവിനെ അദ്ദേഹത്തിന്റെ ചെയ്തികൾക്ക് ഉത്തരവാദിയാക്കണമെന്നും അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. BJPയുടെ കാഴ്ചപ്പാടിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമമായിരുന്നു ഈ സംഭവം. പ്രകോപനപരമായ പ്രതിഷേധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സ്വന്തം ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP ആരോപിച്ചു. ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം ക്രിയാത്മകമായ സംവിധാനത്തിൽ ഏർപ്പെടാനുള്ള കോൺഗ്രസിന്റെ കഴിവില്ലായ്മയുടെയും തലക്കെട്ടുകൾ പിടിച്ചെടുക്കുന്നതിനുള്ള നാടകതന്ത്രങ്ങളെ ആശ്രയിക്കുന്നതിന്റെയും മറ്റൊരു ഉദാഹരണമായി ഈ തർക്കം. മാത്രമല്ല, കോൺഗ്രസിന്റെ ദേശവിരുദ്ധ ആഖ്യാനത്തെ തങ്ങളുടെ പാർലമെന്റ് അംഗങ്ങൾ ശക്തമായി എതിർത്തതെങ്ങനെയെന്നും BJP ചൂണ്ടിക്കാട്ടി. അംബേദ്കറെ പോലുള്ള രാജ്യത്തിന്റെ അടിസ്ഥാന വ്യക്തിത്വങ്ങളെ കോൺഗ്രസ് അവഹേളിക്കുകയും ഇന്ത്യയുടെ ഐക്യത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന ധാരണയെ ചുറ്റിപ്പറ്റിയാണ് BJP നേതാക്കൾ അണിനിരുന്നത്. BJPയുടെയും നേതൃത്വത്തിന്റെയും നേട്ടങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള കോൺഗ്രസിന്റെ വിശാലമായ അജണ്ടയുടെ പ്രകടനമായി ആണ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ BJP ചിത്രീകരിച്ചത്. രാഹുൽ ഗാന്ധിയും BJP MP-മാരും തമ്മിലുള്ള തർക്കം ഒറ്റപ്പെട്ട സംഭവമല്ല. വർഷങ്ങളായി ഇന്ത്യൻ പാർലമെന്റ് ശാരീരിക സംഘർഷങ്ങൾ, വാക്കാലുള്ള അധിക്ഷേപം, സംവാദങ്ങളിൽ തടസ്സങ്ങൾ എന്നിവയുടെ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങളും വിയോജിപ്പുകളും ജനാധിപത്യ വ്യവഹാരത്തിന്റെ ഒരു സാധാരണ ഭാഗമാണെങ്കിലും പാർലമെന്റിൽ വർദ്ധിച്ചു വരുന്ന ശാരീരിക അക്രമങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു. ഇടനാഴിയുടെ ഇരുവശത്തുമുള്ള നേതാക്കൾ തങ്ങളുടെ ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ അങ്ങേയറ്റത്തെ നടപടികളിൽ ഏർപ്പെടാൻ തയ്യാറായതിനാൽ ഇന്ത്യൻ രാഷ്ട്രീയം കൂടുതൽ ധ്രുവീകരിക്കപ്പെട്ടുവെന്ന ബോധം വളരുകയാണ്. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന മാധ്യമങ്ങൾ പലപ്പോഴും ഈ ഏറ്റുമുട്ടലുകളെ വിപുലീകരിക്കുകയും കയ്യിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന കണ്ണടയാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ സംഭവം എടുത്തു കാണിക്കുന്നത് രാഷ്ട്രീയ വ്യവഹാരത്തിലെ നാഗരികതയുടെ തകർച്ചയാണ്. യുക്തിസഹമായ സംവാദത്തിനും ആശയവിനിമയത്തിനുമുള്ള ഒരു വേദിയായി കണക്കാക്കപ്പെടുന്ന പാർലമെന്റ് വാദങ്ങളിലൂടെയല്ല, മറിച്ച് ശാരീരിക ആക്രമണത്തിലൂടെയാണ് പാർട്ടി ലൈനുകൾ വരയ്ക്കുന്ന ഒരു യുദ്ധകളമായി മാറിയിരിക്കുന്നത്. ഇത് സ്ഥാപനത്തിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയും ഇന്ത്യയിലെ ജനാധിപത്യ ഭരണത്തിന്റെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. ഈ സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവിയിലും വിശാലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ വ്യക്തിഗത നേതാക്കളാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രീയത്തിന്റെ വർദ്ധിച്ചു വരുന്ന കേന്ദ്രീകരണത്തെ ഇത് എടുത്തു കാണിക്കുന്നു. പ്രതിപക്ഷത്തിലെ ഒരു പ്രധാന വ്യക്തിയെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പങ്കും ഭരണകക്ഷിയെ നേരിടാൻ തയ്യാറുള്ള ഒരു നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രശസ്തിയും അദ്ദേഹത്തെ വിവാദ വ്യക്തിത്വമാക്കി മാറ്റി. തർക്കം നാടകീയമാണെങ്കിലും രാഷ്ട്രീയത്തിന്റെ വർദ്ധിച്ചു വരുന്ന വ്യക്തിഗതവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ്. അവിടെ വ്യക്തിഗത നേതാക്കളുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ആനുപാതികമല്ലാത്ത സ്വാധീനം ചെലുത്തുന്നു. കൂടാതെ പാർലമെന്റിനുള്ളിൽ തന്നെ പരിഷ്കരണത്തിന്റെ ആവശ്യകത ഈ സംഭവം അടിവരയിടുന്നു. പാർലമെന്ററി തടസ്സങ്ങൾ പുതിയതല്ലെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വർദ്ധിച്ചു വരുന്ന അക്രമവും ഭീഷണിപ്പെടുത്തൽ തന്ത്രങ്ങളും സ്ഥാപനത്തിന്റെ സമഗ്രതയെ ദുർബലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. പാർലമെന്റിന്റെ അന്തസ്സ് പുനഃസ്ഥാപിക്കുന്നതിന് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തിപരമായ ആക്രമണങ്ങളെക്കാൾ നയപരമായ വ്യത്യാസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സിവിൽ വ്യവഹാരത്തിൽ ഏർപ്പെടാൻ സമഗ്രമായ ശ്രമം നടത്തണം. ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധിയും BJP MP-മാരും ഉൾപ്പെട്ട പാർലമെന്റിലെ സംഭവം ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളുടെ സൂക്ഷ്മരൂപമാണ്. ഭരണ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ, രാഷ്ട്രീയ വ്യവഹാരത്തിലെ നാഗരികതയുടെ തകർച്ച, നാടകപരവും ആക്രമണാത്മകവുമായ തന്ത്രങ്ങളിലേക്കുള്ള വർദ്ധിച്ചു വരുന്ന അവലംബങ്ങൾ എന്നിവ ഇത് എടുത്തു കാണിക്കുന്നു. തർക്കത്തിന്റെ നിർദ്ദിഷ്ട വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നത് തുടരുമ്പോഴും വിശാലമായ സന്ദേശം വ്യക്തമാണ്. അർത്ഥവത്തായ സംവാദം, നയചർച്ചകൾ, ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ശക്തിപ്പെടുത്തൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു തിരുത്തൽ ആവശ്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ആഴത്തിലാണെങ്കിലും ചർച്ചയിൽ ഏർപ്പെടാനുള്ള നേതാക്കളുടെ സന്നദ്ധയെ ആശ്രയിച്ചാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.